മാത്യു തോമസിന്റെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. പ്രഥമ ദൃഷ്ടിയിൽ കുറ്റക്കാർ എന്നാണ് ചിത്രത്തിന്റെ പേരായി നൽകിയിട്ടുള്ളത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ പരിപാടിയാണെന്നൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. മാത്യു തോമസിനെ കൂടാതെ സിദ്ധാർത്ഥ് ഭരതൻ, പാർത്ഥിവ് തിരുവോത്തൊക്കെ ചിത്രത്തിൽ പ്രധാന വേഷത്തിലായി എത്തുമെന്നും ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രം വരുന്ന സെപ്റ്റംബർ 11 വെള്ളുവായിട്ട് തിയേറ്റർ റിലീസായി എത്താനിരിക്കുന്നത്. ധനുഷിന്റെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ചിത്രമാണ് ഓം എന്ന ചിത്രം. ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിൾ ഈ വരുന്ന ജൂലൈ 28 ധനുഷിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് പുറത്തിറക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. കറുപ്പ് ചിത്രത്തിലൊക്കെ കത്തിച്ചിട്ടുള്ള സായി അഭ്യന്തറാണ് ചിത്രത്തിന് വേണ്ടി മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത്. സായി അഭ്യന്തറിന്റെ ഭാഗത്തുനിന്ന് ഒരു മാസ് ഡാൻസ് ആണ് ഈ ഒരു പടത്തിന് വേണ്ടി കമ്പോസ് ചെയ്തിരിക്കുന്നതാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. സൂര്യയുടെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും വലിയ ഫാമിലി എൻറ്റർടൈനർ ചിത്രമാണ് വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന ചിത്രം. ഈ ഒരു പടത്തിന്റെ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ ഈ വരുന്ന ഓഗസ്റ്റ് 2 നടക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ കമന്റ് വഴി ചോദിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു, ഈ ഒരു പടം വിജയുടെ വാരിസ് പോലാണോ അല്ലെങ്കിൽ അല്ലു അർജുൻ്റെ സൺ ഓഫ് സത്യമൂർത്തി പോലത്തെ ഒരു ചിത്രമാണോ എന്ന്. പക്ഷേ ഈ ഒരു ചിത്രത്തിൻ്റെ ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത് അല്ലു അർജുൻ്റെ തന്നെ അല്ല വൈകുണ്ഠപുരം വൈബ് പോലത്തെ ഒരു പടമായിട്ടാണ് ഈ ഒരു പടം എടുത്തു വെച്ചിരിക്കുന്നതെന്നാണ്. മിക്കവാറും അതേ ഒരു എൻ്റർടൈൻമെൻറ്റ് കോൺസെപ്റ്റിൽ നിൽക്കുന്ന അടുത്തൊരു ഫാമിലി എൻ്റർടൈനർ ചിത്രം തന്നെ ആയിരിക്കും. അതിന് തന്നെ കമൻറ്റ്സ് അപ്ഡേറ്റിലോട്ട് തന്നെ വരെ കമൻറ്റ് വഴി ആദ്യം ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരുപാട് പേര് മിക്ക വീഡിയോസിനും ചോദിക്കുന്ന ഒരു കമൻറ്റ് തന്നെയായിരുന്നു കത്തനാർ മൂവിയുടെ അപ്ഡേറ്റ്. ഇതിനെപ്പറ്റി ചിത്രത്തിൻ്റെ ടീമിൻ്റെ ഭാഗത്തു നിന്നിട്ടുള്ള ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ പ്രകാരം നമുക്കറിയാമല്ലോ, നമ്മുടെ മലയാള സിനിമയെ ഇന്ത്യൻ സിനിമയുടെ ലെവലിലോട്ട് എത്തിക്കാൻ പോകുന്ന ഈ ഒരു ചിത്രത്തിന് VFX വർക്കുകളിലൊക്കെ തന്നെ ആയാലും വലിയ രീതിയിൽ തന്നെ പ്രാധാന്യം വരുന്നുണ്ട്. ഇപ്പോൾ VFX വർക്കുകളിലെ ഈ ഒരു സിനിമയിലെ ചില സീക്വൻസിലൊക്കെ തന്നെ അവർക്കത് എങ്ങനെ അത് ഫുൾഫിൽ ചെയ്തെടുക്കണം എന്നുള്ളൊരു ക്ലിയർ ഐഡിയ ഇല്ല. അതുകൊണ്ടൊക്കെ തന്നെ അതിന് ഒരുപാട് റിസർച്ചും പരിപാടികളൊക്കെ തന്നെ നടത്തി നല്ല രീതിയിലുള്ള ഒരു ഔട്ടിലോട്ട് ഈ ഒരു ചിത്രം എത്തിക്കാനാണ് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായ VFX വർക്കുകളിലും CG വർക്കുകളിലൊക്കെ തന്നെയുള്ള വർക്കുകളാണ് ഇപ്പോൾ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വർക്കുകളെല്ലാം തന്നെ മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമേ ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു പ്രോപ്പർ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ളതെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം ചിത്രത്തിൻ്റെ റിലീസ് ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. ഇനി ഉണ്ടാകുകയാണെങ്കിലും ഈ ഒരു വർഷം അവസാനമൊക്കെ ആയിട്ടായിരിക്കും ഈ ഒരു ചിത്രം വെല്ലുമായിട്ട് തിയേറ്റർ റിലീസിനായാലും എത്തുക. പിന്നെ അടുത്താഴ്ച ചോദിച്ചുള്ളത് രാമായണ ചിത്രത്തിൻ്റെ ട്രെയിലർ ഇനി അടുത്ത ആഴ്ച വരുമെന്നാണ്. കാരണം ഞാൻ ലേറ്റസ്റ്റ് ഇട്ട വീഡിയോ പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് വീക്ക് ആ ഒരു ട്രെയിലർ വരുമെന്നായിരുന്നു. ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഈ ഒരു ചിത്രത്തിന് ഗ്ലോബലി ഉള്ള ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് വാങ്ങിച്ചിട്ടുള്ളത് സോണി പിക്ചേഴ്സ് ആണ്. അവരുടെയും കൂടെ അനുവാദം ഉണ്ടെങ്കിൽ ആ ഒരു ട്രെയിലർ പുറത്തിറക്കാൻ പറ്റും. അവർക്ക് ഈ ഒരു ചിത്രത്തിന് മേലെ ഇത്രയും ഓണർഷിപ്പ് കിട്ടാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രത്തിന് വേണ്ടി അവർ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സിന് വേണ്ടി ഏകദേശം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് $25 മില്യൺ ആണ്. നമ്മുടെ ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 235 കോടി രൂപയ്ക്ക് അടുത്തോളം വരും. ഇതുകൂടാതെ ഈ ഒരു രാമായണ ചിത്രത്തിന് മേക്കേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു $15 മില്യൺ ആണ്. നമ്മുടെ ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 140 കോടി രൂപയ്ക്ക് അടുത്തോളം വരും. അങ്ങനെ ഈ ഒരു ചിത്രത്തിന് ഗ്ലോബലി ഉള്ള മാർക്കറ്റിന് വേണ്ടി ഈ ഒരു ചിത്രത്തിൻ്റെ ടീം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ ഏകദേശം $14 മില്യൺ ആണ്. നമ്മുടെ ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഏകദേശം 375 കോടി രൂപയ്ക്ക് അടുത്തോളം വരും. അവിടെയൊക്കെ തന്നെ സോണി പിക്ചേഴ്സിൻ്റെ ഇനി ഒരു അപ്രൂവൽ ഉടനെ ഉണ്ടാകുമെന്ന് അറിയത്തില്ല. ഇനി ഡൂംസ്ഡേയുടെയൊക്കെ റിലീസിന് ശേഷം ഒരു പ്രോപ്പർ ഗ്യാപ്പിന് ശേഷമേ ട്രെയിലർ പുറത്തിറക്കൂ. അതിനുവേണ്ടി ഇനി ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ പോസ്റ്റർ ചിത്രത്തിൻ്റെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തിറക്കാതെ നമുക്ക് ക്ലിയർലി ഒന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ്. പിന്നെ അടുത്തതിൽ ആരട്ടനെ റാം എന്ന ചിത്രത്തെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ ഒരു ആക്ടർ ഡയറക്ടർ കോംബോ തന്നെയായിരുന്നു ദൃശ്യം 3. ദൃശ്യം 3യുടെ ഒരു ഹ്യൂജ് സക്സസിന് ശേഷം ഒരു പ്രൊഡക്ഷൻ കമ്പനി വന്നിട്ട് ഈ ഒരു റാം ചിത്രം ഏറ്റെടുത്തിന് നടത്താമെന്നുള്ള അപ്ഡേറ്റ്സ് ഒക്കെ അന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഈ ഒരു ചിത്രത്തെ പറ്റി യാതൊരു അപ്ഡേറ്റും ഇല്ല. ഇനി അറിയില്ല റാം എന്ന ചിത്രം ഇനി സംഭവിക്കുകയോ ഇല്ലയോ എന്ന്. പിന്നെ അടുത്ത ദുരന്തർ ചിത്രത്തിൻ്റെ ഡയറക്ടറുള്ള ആദിത്യദാറിൻ്റെ നെക്സ്റ്റ് മൂവി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ദുരന്തറിൻ്റെ ഹ്യൂജ് സക്സസിന് ശേഷം പുള്ളിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രഭാസിനോടൊപ്പം ഒരു ചിത്രം ചെയ്യാനുള്ളൊരു ചാൻസ്, പിന്നെ വീണ്ടും രൺവീർ സിംഗിനോടൊപ്പം മറ്റൊരു ചിത്രം എന്നൊക്കെ രീതിയിലുള്ള ഒരുപാട് പ്രൊജക്റ്റ് പുള്ളിക്ക് ഇപ്പോൾ വരുന്നുണ്ട്. ബട്ട് പുള്ളി ഇതുവരെയായിട്ട് ഒരു പ്രൊജക്റ്റ് ഫൈനലൈസ് ചെയ്തിട്ടില്ല. പിന്നെ മിക്ക വീഡിയോസിന് ചോദിക്കുന്ന ഒരു പടമാണ് സലാർ 2 എന്ന് വരുമെന്ന്. എന്തായാലും അടുത്ത വർഷം അവസാനത്തോടെ ചിത്രത്തിന് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. നമ്മുടെ തമിഴ് സിനിമയിലെ ഒരു കൾട്ട് ക്ലാസിക് ഡയറക്ടർമാർ ഒരു ഡിഫറൻറ്റ് സ്റ്റൈലിഷ് ഓഫ് മേക്കിംഗ് ഉള്ള ഒരു ഡയറക്ടർ തന്നെയാണ് വെട്രിമാരൻ. പുള്ളിയുടെ ഓൾമോസ്റ്റ് പടങ്ങളൊക്കെ തന്നെ ബ്ലോക്ക് ബസ്റ്റർ തന്നെയാണ്. പുള്ളി ഇപ്പോൾ കറൻലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിംബുവിൻ്റെ അരസൻ എന്ന ചിത്രത്തിലോട്ടാണ്. ആ ഒരു ചിത്രത്തിന് ശേഷം വിജയ് സേതുപതിയായിട്ട് വീണ്ടും ഒരു ചിത്രത്തിൽ ഒന്നിക്കാൻ പോകുന്നുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. വിജയ് സേതുപതി തന്നെ വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടുള്ള വിടുതലൈ ചിത്രത്തിൻ്റെ അതേ ഒരു പ്രൊഡ്യൂസർമാരൊക്കെ തന്നെയാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കാൻ പോകുന്നതെന്നാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഇതൊരു റൂറൽ ഫാമിലി എൻ്റർടൈനർ ചിത്രമാണ്. ഓൾറെഡി ഈ ഒരു വെട്രിമാരൻ വടച്ചെന്നൈ 2ഉം കൂടാതെ തന്നെ തമിഴ് മുരുകൻ എന്ന ധനുഷ് ചിത്രങ്ങളൊക്കെ തന്നെ കമ്മിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പുള്ളി ക്വിക്ലി ഒരു വിജയ് സേതുപതി പടം കമ്മിറ്റ് ആക്കിയോണ്ടൊക്കെ തന്നെ ഇനി ആ പടങ്ങളൊക്കെ എന്ന് വരുമെന്നറിയത്തില്ല. ഇനി ആ പടങ്ങളൊക്കെ സംഭവിച്ചിട്ടാണ് വാടിവാസൽ വരുന്നതെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും ആ ഒരു സൂര്യയുടെ വാടിവാസൽ എന്ന ചിത്രം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന് പുള്ളി തന്നെ ഇപ്പോൾ ഇൻഡയറക്ട്ലി കൺഫേം ആക്കിയിരിക്കുകയാണ്. രജനീകാന്തിൻ്റെ ലീഡിൽ പുറത്തിറക്കാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ധർമ്മൻ എന്ന ചിത്രം. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ഇപ്പോൾ പെട്ടെന്നായിട്ട് ഷെഡ്യൂളൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തു പോവുകയാണ്.
അതുകൊണ്ടൊക്കെ തന്നെ ചിത്രം അടുത്ത വർഷം ജനുവരി മാസം തിയേറ്റർ റിലീസ് ടാർഗറ്റ് ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. DK റിലേറ്റഡ് പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമാണ് ശ്രീ ശ്രീ എന്ന ചിത്രം. പൂജയാണ് ഈ ഒരു ചിത്രത്തിൽ നായികയെത്തുന്നത്. ചിത്രത്തിൻ്റെ ഫസ്റ്റ് സിംഗിൾ ഈ വരുന്ന ജൂലൈ 27 വൈകുന്നേരം 5 മണിയോടെ പുറത്തിറങ്ങുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ദളപതി വിജയുടെ ലീഡിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ജനനായകൻ എന്ന ചിത്രം. ചിത്രത്തിന് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഏകദേശം 2 കോടി രൂപയ്ക്ക് അടുത്തോളം കളക്ഷനൊക്കെ നേടി ഒരു ഡീസൻറ്റ് ഹോൾഡ് ഇപ്പോഴും കേരളത്തിൽ തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതുപോലൊരു തമിഴ് സിനിമയ്ക്ക് കിട്ടാവുന്നത് വെച്ച് ബെസ്റ്റ് കളക്ഷനൊക്കെ ഈ ഒരു പടത്തിനായാലും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അല്ലു അർജുൻ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ലോകേഷ് ചിത്രമാണ് AA23 എന്ന ചിത്രം. ഈ ഒരു പടത്തിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ലോകേഷിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ഇപ്പോൾ 2 ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ടീം ഇപ്പോൾ ഹൈദരാബാദിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വേറൊരു ടീം അതിൽ ചെന്നൈയിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ ഫോട്ടോഷൂട്ടും പരിപാടികളൊക്കെ തന്നെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. പടത്തിൻ്റെ ഈ ഒരു ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ DC എന്ന ചിത്രത്തിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുമെന്നൊക്കെ തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. അല്ലു അർജുൻ രാഗ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിലാണെങ്കിൽ പോലും ഇപ്പോൾ രാഗ എന്ന ചിത്രമായാലും AA23 എന്ന ചിത്രവും പാരലി പുള്ളി ഷൂട്ടിങ് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പടം ഇപ്പോൾ ഉടനെ സ്റ്റാർട്ടാകാൻ പോവുകയാണെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. മഞ്ഞുമൽ ബോയ്സ് ചിത്രത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള ചിദംബരം ഏറ്റവും പുതിയത് ലാലേട്ടന് വേണ്ടി ഒരു ചിത്രം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. നേരത്തെ അപ്ഡേറ്റുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ബട്ട് ആ ഒരു പ്രൊജക്റ്റ് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം എല്ലാവർക്കും തന്നെ വലിയൊരു ഡൗട്ടായിരുന്നു. പിന്നെ ബാലൻ എന്ന ചിത്രത്തിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ വെച്ച് ചോദിച്ചപ്പോൾ ലാലേട്ടന് വേണ്ടി ഒരു മാസ് എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു മുണ്ട് മടക്കി കുത്ത അടിയൊക്കെ ഉള്ളൊരു പടം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും അങ്ങനെ ഒരു അവസരം കിട്ടിയേ ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുള്ള അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ദിലീഷ് പോത്തൻ ചിത്രത്തിന് ശേഷം ലാലേട്ടൻ അടുത്തതായി അഭിനയിക്കാൻ പോകുന്ന ചിത്രം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് ചിദംബരമായിരിക്കും എന്നാണ്. ഈ ഒരു പ്രൊജക്റ്റ് വരികയാണെങ്കിൽ അടുത്തൊരു കിടിലം പ്രോമിസിങ് പ്രൊജക്റ്റ് തന്നെയാണ്. ഹൈപ്പൊക്കെ അങ്ങേ അറ്റം തന്നെ വരുമെന്ന് ഏകദേശം ഉറപ്പിക്കാം. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റൂമറുകളും പരിപാടികളൊക്കെ തന്നെ സൂചിപ്പിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. എന്തായാലും ഈ ഒരു പടത്തിൻ്റെ കൂടുതലായിട്ടുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക.